എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ മൂന്നാമത്തെ ദിവസമാണ് ട്രിപ്പിൻ്റെ. രാവിലെ 10 മണിയൊക്കെ ആയി. ഇവിടെ ടെമ്പറേച്ചറൊക്കെ വളരെ കുറവാണ്, 5 ഡിഗ്രിയൊക്കെയാണ്. തണുപ്പുണ്ട്, നല്ല തണുപ്പ്. പക്ഷേ വെയിലുള്ളതുകൊണ്ട് ഒരു സുഖമുണ്ട്. തണുപ്പത്ത് രണ്ടുപേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട് പുറകിൽ, ചൂടാൻ വേണ്ടി കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പ്രാഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ ഡിസൽഡോഫിൽ നിന്ന് ഒരു 7.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പിൽസൺ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു സിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ തന്നെ ഒരു ഉൾഗ്രാമത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മൾ പിൽസണൊക്കെ പോയി കറങ്ങിയൊക്കെ കണ്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ ഇന്നലെ വേറെ മുന്നത്തെ വീഡിയോയിലുണ്ട്. നമ്മൾ പ്രാഗിലേക്കാണ് പോകുന്നത്. പ്രാഗ് എന്ന് പറയുമ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമാണ്. ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സിറ്റിയാണ്. ഒത്തിരി പഴയ ഒരു സിറ്റിയാണ്. ഇവിടുന്ന് 1.5 മണിക്കൂർ ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്തും. ഈ ഗ്രാമത്തില് ഒരു കുറച്ച് ആൾക്കാരെ ഉണ്ടാവും തോന്നുന്നു അല്ലെ? ആരും പുറത്തൊന്നും കാണാനില്ല. സൺഡേ ആൾക്കാര് പുറത്തിറങ്ങൂല. ചെറിയൊരു അവിടെ തുടങ്ങി ഇവിടെ അങ്ങ് തീരും. പ്രത്യേകിച്ച് കടകളൊന്നും ഇല്ല. എല്ലാം ഇതിന്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ നഗരം ഇതാണ് അല്ലേ? പിൽസൺ മാത്രമാണ്. ഇവിടുത്തെ ആവശ്യങ്ങൾക്കൊക്കെ അവരത് ഇവിടെ ഉപേറ കഴിഞ്ഞു. ബോറ കഴിഞ്ഞാൽ പിന്നെ ഒരു കാട്, ഇത് വയല് കഴിഞ്ഞത് അവിടെ കാട് തുടങ്ങും. പിന്നെ ഒരു കുറച്ച് ദൂരം കാട്ടിൽ കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിൽസൺ എത്തി. ഈ വയലിൽ കാടിലോട്ട് കയറുന്ന ഒരു സീന് നല്ല. ഇത്രയും നേരം വയലാണ് ഈ കാണുന്നത്. നമ്മളങ്ങ് പറയുന്നേ ഉള്ളു. അപ്പുറം കൃഷി. ഈ സൈഡിൽ കൃഷി എന്തോ ഉണ്ടായിരുന്നു, അതിനായിട്ട് അവര് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നല്ലേ കാട് അങ്ങ് തുടങ്ങുന്നത്? കൊള്ളാല്ലേ, നന്നായിട്ട് തിരിച്ചാ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പ്രാഗില് നമ്മള് എന്തൊക്കെയാണ് ഇന്നത്തെ പ്ലാൻസ്? പ്രാഗിൽ ഇവിടുന്ന് 1.25 മണിക്കൂർ ഡ്രൈവ്. പ്രാഗില് അവിടെ നമ്മള് കാർ പാർക്ക് ചെയ്യുന്നു. എന്നിട്ട് പ്രാഗ് എന്ന് പറഞ്ഞാൽ ഒരു കാണാനുള്ള സ്ഥലങ്ങളെല്ലാം വളരെ അടുത്തടുത്തുണ്ട്. കോമ്പാക്ട് ആണ് എല്ലാം, നടന്ന് കാണാനുള്ള സംഭവം. അപ്പൊ ഒരിടത്ത് കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാം നടന്ന് കാണാം. അവിടെ ചാൾസ് ബ്രിഡ്ജ്, പിന്നെ അവിടെ ഒരു കാസിലുണ്ട്. കാസിൽ അവിടുന്ന് ആസ്ട്രോണമിക്കൽ ക്ലോക്ക് ഉണ്ട്. പിന്നെ കാസിൽ വരെ നടക്കാന് ശംഖുവിന്റെ ആരോഗ്യം അത്ര ഇതാകൂലായിരിക്കും. അതുകൊണ്ട് നമ്മള് മിക്കവാറും ദൂരെ നിന്ന് കാസിൽ കണ്ടിട്ട് നിർവൃത്തി അടയാം. കാസിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. 1 കിലോമീറ്റർ ഹൈക്കിംഗ് മണ്ടയ്ക്കോട്ട് നടക്കാം. നില വീണ് കിടക്കുന്നത് ലേക്കല്ലേ? കുതിരകൾ എങ്ങോട്ട് തിരിഞ്ഞാലും കാഴ്ച തന്നെ. പ്ലാസ്റ്റിക്കുകളില്ലാത്ത ഇത് ഹ്രോമിയസ് എന്ന് പറയുന്ന വില്ലേജ് ആണ്. സ്റ്റാർട്ടിങ് ഹ്രോമിയസ് ചെറുതാന്ന് തോന്നുന്നു. തീരെ ഒന്നും ആളില്ല. ഇവിടെ കിടക്കുന്ന കൂടുതൽ വണ്ടികൾ സ്കോഡയാണ്. സ്കോഡയുടെ ജന്മസ്ഥലം ചെക്ക് റിപ്പബ്ലിക് ആണ്. അതുകൊണ്ടാവണം പോലീസിന്റെ വണ്ടിയും സ്കോഡയാണ്. ഓരോ മരത്തിന്റെയും താഴെ ഇല വീണ് കിടക്കുന്നുണ്ട്. ഒരു വില്ലേജ് കഴിയുമ്പോ ഒരു കൃഷിസ്ഥലം അല്ലേ? വിശാലമായ കൃഷിസ്ഥലം. നല്ല വെതറല്ലേ? വെയിലും കൂടെ ഉള്ളതുകൊണ്ട് സുഖമുണ്ട്.
അയ്യോ ഫാസ്റ്റ്. നോക്ക്, നമ്മള് പോകുന്ന റോഡാണോ അങ്ങ് കാണുന്നത്? ഈ റോഡ് നോക്കി അതിന്റെ അപ്പുറം മരങ്ങളൊക്കെ വെച്ചു. നല്ല രസമുള്ളത്. അങ്ങ് അറ്റത്ത് മരം മാത്രം ഒഴിഞ്ഞിരിക്കുന്നത്. തറയില് വീണ് മഞ്ഞ കളറില് മത്ത് കണ്ടോ? മത്തു നമ്മള് മാത്രമേ ഉള്ളൂ ഈ റോഡില്. ഒരു കാർ ഇവിടുന്ന് അങ്ങ് ഒരു കാറ് വരുന്നുണ്ട്. പുറകിൽ ആരുമില്ല. പുൽത്തകടി കഴിഞ്ഞ് പിന്നെ അടുത്തൊരു വില്ലേജ്. ഇവിടെ 90 km/h ആണ് അലൗഡ് സ്പീഡ്. പക്ഷെ 90ക്ക് പോകാനുള്ള റോഡ് പോരാ. റോഡ് കൊള്ളാം, വീതി കൊള്ളാം, പക്ഷെ കുണ്ടുകുഴിയാ. നമ്മള് പണ്ടിക്കകത്തിന് നന്നായിട്ട് ചാടും. സീനിക്കല്ലേ? മഞ്ഞ ചുവപ്പ് എല്ലാം കളറും. ഇവിടെയൊക്കെ ഓടിക്കുമ്പോ നാട്ടിൽ ഓടിക്കുന്നതിന്റെ ഒരു സുഖം കിട്ടുമല്ലേ? നമ്മൾ മൂന്നാർ ഓടിക്കുന്നതും പൊന്മുടി, തേനികമ്പം, ഇടുക്കി, പൊന്മുടി അവിടെയൊക്കെ ഓടിക്കുന്നതിന്റെ സാറിന് ഈ ടേബിൾ ടോപ്പ് ആണ്. അവിടെ ഒരു ടേബിൾ ടോപ്പ്, അതിനകത്ത് ഈ എല്ലാം ഈ ലൈൻ വരച്ചിട്ട് അതിൽ കൂടി പോകുന്നതാണ്. ജർമ്മനിയിലെ യൂറോപ്പിലെ മുഴുവനും ഒരു ഡ്രൈവിംഗ് കൾച്ചർ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതില് നടുക്ക് റോഡ് ലൈൻ കൂടി ഇല്ല. അപ്പോ ഇവിടെയൊക്കെ ഓടിക്കുമ്പോഴാണ് നാട്ടിലെ ഒരു ഇത് കിട്ടുന്നത്. ഒരു റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്. ഇച്ചിരി പ്രശ്നമുള്ള റോഡാണല്ലോ. അവിടെ നിന്നും വണ്ടി വരുന്നുണ്ട്. റിവറിന്റെ സൈഡിലൊരു ചർച്ച്. ഇത് ചെറിയൊരു ഇത് പോലെയാണ്, കൈവഴി പോലെ. അപ്പുറത്ത് വേറൊരു റിവർ വരുന്നുണ്ട് മാപ്പിൽ. ഈ റോഡ് കുറച്ചുകൂടെ ബെറ്റർ ആണല്ലേ മറ്റേത്? എനിക്ക് നമ്മളിപ്പോ ഒരു ഷോർട്ട് കട്ട് കേറിയതാണ് ഇങ്ങോട്ടേക്ക്. മെയിൻ റോഡിലോട്ട് കയറിയാണ്. എന്താ തടി? നമ്മളിനി ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഇവിടുത്തെ ഹൈവേയിലോട്ട് ഇറങ്ങുവാണ്. ഇനിയിപ്പോ വലിയ കാഴ്ചകളൊന്നും കാണൂല. പ്രാഗില് എത്താറാവുമ്പോ ഹൈവേ ഹൈവേ. ഇതിനകത്ത് നമ്മള് ജർമ്മനി പോലെ ഇത് സ്പീഡ് റെസ്ട്രിക്ഷൻ ഇല്ലാത്ത റോഡൊന്നും ഇല്ല. ഇവിടെ മാക്സിമം 130 ആണ്. 130 ഓടിച്ച് പോകാണെന്നുള്ളതാണ്. ഇടയ്ക്ക് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊന്നും ഇവിടെ 110 ആണ്. നമ്മളിപ്പോ ചെക്കിന്റെ ഹൈവേ കൂടെ ആണല്ലോ പൊയ്ക്കൊണ്ടിരിക്കണേ അല്ലേ? അപ്പോ എന്താണ് ജർമ്മനിയുടെ ഹൈവേയും ചെക്കിന്റെ ഹൈവേയും തമ്മിലുള്ള വ്യത്യാസം തോന്നുന്നത്? ജർമ്മനിയിൽ ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ ഇല്ലാതെ, സ്പീഡ് ലിമിറ്റ് ഇല്ലാതെ അങ്ങ് ഓടിക്കാം ചിലടത്ത്. ഇവിടെ പിന്നെ അങ്ങനെയില്ല. ഇവിടെ 130 ആണ് സ്പീഡ്. അതൊന്ന്. പിന്നെ കാണുന്ന കാറുകൾ കൂടുതലും ചെക്കിന്റെ കാറുകളാണ്. ഈ നമ്പർ പ്ലേറ്റിൽ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അറ്റത്തൊരു നീലയില് ഒരു 2-3 ലെറ്റർ എഴുതിയിരിക്കും. അത് വെച്ചിട്ടാണ് യൂറോപ്പിലെ ഓരോ കാറിന്റെയും രാജ്യം ഏതെന്ന് അറിയുന്നത്. അപ്പൊ ഇതിലെല്ലാം സീസെട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. സീസെട്ട് എല്ലാം ചെക്ക് കാറുകളാണ്. ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് ജർമ്മൻ കാറുകളെ കാണും. ജർമ്മൻ കാറുകളിൽ ഡി എന്ന് എഴുതിയിട്ടുണ്ടാവും നമ്പർ പ്ലേറ്റ്. ഡി എന്ന് പറഞ്ഞാൽ ഡോച്ച്ലാൻഡ്. നമ്മൾ ഏകദേശം പ്രാഗിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി ഒരു 20 മിനിറ്റും കൂടെ ഒക്കെ ഉള്ളൂ. ഇപ്പോഴേ പ്രാഗ് തുടങ്ങിയത് തോന്നുന്നു. സിറ്റിയുടെ ഒരു തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സിറ്റിയുടെ തിരക്ക് തുടങ്ങി. പ്രാഗിന്റെ ചെക്കിലെ പേര് പ്രാഹ എന്നാണ്. അപ്പൊ നമ്മൾ ഈ ബോർഡിലെല്ലാം പ്രാഹ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ പ്രാഗ് ഒന്നും കണ്ടില്ല. ഇംഗ്ലീഷിൽ ചെക്ക് ലാംഗ്വേജ് പറയുന്നത്. അതെ. ഇനി കുറച്ച് സിഗ്നലും ടൗണിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ. തലസ്ഥാന നഗരത്തിന്റെ തിരക്കുകളും എല്ലാ പ്രശ്നങ്ങളും കാണും. നമ്മള് ശരിക്കും പ്രാഗിന്റെ പഴയ നഗരത്തിലോട്ടല്ലേ കാഴ്ചകൾ കാണാൻ പോണത്? ഓൾഡ് ടൗൺ. നമ്മളിപ്പോ പ്രാഗ് സിറ്റിയിലേക്കുള്ള ഒരു ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 8 മിനിറ്റിൽ നമ്മളവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട്, ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് നോക്കി വെച്ചിട്ടുണ്ട്. അതിനടുത്താണ് ചാൾസ് ബ്രിഡ്ജ്. അപ്പൊ അവിടെ നിന്ന് വാക്കിംഗ് ആയിരിക്കും. ഒരു 8 മിനിറ്റിൽ അവിടെ എത്തും. അവിടെ കാർ പാർക്ക് ചെയ്ത് നമ്മൾ വെളിയിറങ്ങുന്നു. പിന്നെ നമ്മള് സ്ഥലങ്ങൾ കണ്ട് കറങ്ങുന്നു.
അതാണ് പരിപാടി. ഇപ്പൊ അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ടണലാണല്ലേ. ഇതിപ്പോ കേറിയിട്ട് 1 കിലോമീറ്റർ ആയി. 1 കിലോമീറ്റർ ആയി. ഇവിടുന്ന് എക്സിറ്റ് ഫുള്ള് നമ്മുടെ ടണൽ കവർ ചെയ്യില്ല. ടണൽ പിന്നെ നേരെ പോകുന്നുണ്ടോ? ഈ ടണലിനകത്ത് ഇങ്ങനെ എക്സിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടാണ് നമ്മള് ടണൽ അങ്ങോട്ട് അങ്ങനെ. ടണലിനകത്ത് തന്നെയാണ് എക്സിറ്റ്. ആ സൂര്യപ്രകാശം കാണുന്നുണ്ട്. ചെറുതായിട്ട് വിളിച്ചു. അങ്ങനെ നമ്മള് സ്കോഡകളുടെ രാജ്യം. എവിടെ നോക്കിയാലും സ്കോഡ. എവിടെ നോക്കിയാലും സ്കോഡ. മാറ്റു നമ്മൾ പ്രാഗ് സിറ്റിയിലെത്തി. ഇതാണ് വോൾട്ടാവ നദി. നമ്മുടെ വോൾട്ടാവ നദിയുടെ തീരത്താണ് പ്രാഗ് സിറ്റി. നല്ല പേരല്ലേ വോൾട്ടാവ. ഒരു സൈഡിൽ പഴയ കെട്ടിടങ്ങളും ഒരു സൈഡിൽ പുതിയ കെട്ടിടം. പ്രാഗ് മൊത്തത്തിലൊരു പഴയ ഇച്ചിരി പഴയ ഒരു സിറ്റിയാണ്. ആർക്കിടെക്ചർ എല്ലാം നമ്മുടെ വാൽത്തവ നദിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ, തീരത്തോടി. നമ്മൾ ഇറങ്ങി വന്ന ടണല് ടണലിൽ കൂടെയാണോ നമ്മൾ വന്നത്? അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണല്ലേ നമുക്ക്. നമ്മളിവിടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിലെത്തി. താഴെ ഒരു അമ്മേ താഴെ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പാർക്ക് കണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഭയങ്കര നാരോ ആയിട്ടുള്ള വഴിയാണ്. തട്ടാതെ മുട്ടാതെയൊക്കെ പോണേ. കാറിന് കഷ്ടി ഇറങ്ങാം അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കര ടെൻഷനാണ്. വണ്ടി പാർക്ക് ചെയ്തു. കൊള്ളാതെ വാട്ടർ പെയിന്റിന്റെ ടൈം ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാം. ഇവിടെയാണ് മാത്തു കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴേ ഈ ക്ലോക്കിനെയാണ് തിരിച്ചു വെച്ചത്. ഇവിടെ നെക്സ്റ്റ് വാട്ടർ പെയിന്റ് സമയം എഴുതി വെച്ചിട്ടുണ്ട് ഒരു ക്ലോക്കില്. ഇവനത് ഓടിപ്പോയി അങ്ങ് തിരിച്ചു വെച്ചു. ഇവൻ അറിയാതെ ഓടിപ്പോയി തിരിച്ചു വെച്ചു. മാത്തു വാ, പഴയ ഓർമ്മയൊന്നും വേണ്ട. നീ അങ്ങോട്ട് പോണ്ട. സൈഡിലേക്ക് കാണുന്നതാണ് പ്രാഗിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ. 14ാം സെഞ്ചുറിയിൽ നിർമ്മിച്ച പാലമാണ്. ഒരു ക്യാസിലുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്യാസിലാണ്. ക്യാസിലിനെയും ഓൾഡ് ടൗണിനെയും നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ക്യാസിൽ. മാത്തു ഇഷ്ടായോ? മാത്തുവിന് വെള്ളം കൊണ്ട് തണുപ്പിടിക്കുന്നില്ലേ? ഇന്നലത്തെ അത്ര തണുപ്പില്ല അല്ലേ?
ഇവിടെ ഇവർക്ക് ഇവിടെ കുറെ ബോട്ട് റൈഡ്സും അതും ഇതൊക്കെ ഉണ്ട്. കുറെ ബോട്ടും. നല്ല പേരല്ലേ വോൾട്ടാവ റിവർ. ഇവിടെ സിറ്റിയിൽ ഇച്ചിരി തിരക്ക് കൂടുതലുണ്ട്. ആകെ ഒരു ഇതൊക്കെ ഇവിടുത്തെ പഴയ കെട്ടിടങ്ങളും ഒക്കെയാണ്. നല്ല വലിയ മാത്തൂന് ഐസ്ക്രീം എപ്പോ വാങ്ങിച്ചു വന്നാ പോരെ? ഓൾഡ് ടൗണിലേക്ക് പോവാം. ഓൾഡ് ടൗൺ ഇവിടുത്തെ ഒരു മെയിൻ ഇവിടെ കഴിക്കാനുള്ളത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ. പോയി നോക്കണോ? അങ്ങോട്ടും കൂടെ പോയി നോക്കാം. നമുക്ക് എന്തെങ്കിലും ഫുഡും കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ടില്ല. അങ്ങോട്ട് നടന്നു കുഞ്ഞു കുഞ്ഞു ഷോപ്പുകള് കൂടുതൽ ഈ സൂര്യൻ കടകളാണെന്ന് തോന്നുന്നു. നമ്മൾ ഓൾഡ് ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണത്. പക്ഷെ ഫുഡൊന്നും ഇവരെ സെറ്റ് ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ സെറ്റായി വിശക്കുന്നു. തിരക്കുണ്ട്. ഈ കാണുന്നത് ഒരു കന്നാബി ഷോപ്പാണ്. അതിന്റെ ഒരു മുന്നിൽ ഒരു ചെടി ഇരിക്കുന്നുണ്ട്, ഒരു പച്ച ചെടി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ കഞ്ചാവ് ചെടിയാണ്. കഞ്ചാവ് കട, കഞ്ചാവ് വിൽക്കുന്ന കട. പിന്നെ ഇതൊരു ഓൾഡ് സ്ട്രീറ്റിലോട്ട് പോകുന്ന ഓൾഡ് ടൗണിലോട്ട് പോകുന്ന സ്ട്രീറ്റ് ആണ്. ഇങ്ങോട്ട് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. സണ്ണി ആയതുകൊണ്ടായിരിക്കണം, സൂര്യനുണ്ട്, അതുകൊണ്ടായിരിക്കണം ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നലത്തെ പോലെ നല്ലൊരു കൊടുമ്പിരി കൊള്ളുന്നൊരു തണുപ്പില്ല. ഈ ഓൾഡ് ടൗണിലാണ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ. ഇനിയിപ്പോ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞ ക്രിസ്മസ് മാർക്കറ്റ് അവർ ചെയ്യും. ഇതാണ് പ്രാഗിലെ ഏറ്റവും പ്രശസ്തമായ അസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഇത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ക്ലോക്കുകളിൽ ഒന്നാണ്. ഇത് 600 വർഷം മുന്നേ നിർമ്മിച്ച ക്ലോക്കാണ്. പക്ഷെ ഇപ്പോഴും അത് പ്രവർത്തനക്ഷമമാണ്. അതങ്ങനെ പണി മുടക്കിയിട്ടില്ല. ഇത് എപ്പോഴെങ്കിലും പണി മുടക്കി കഴിഞ്ഞാൽ അത് ഈ പ്രാഗിന് തന്നെ ഒരു ബാഡ് ലക്കാണെന്നാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത്. ഇത് ഓരോ മണിക്കൂറിലും ഇവിടെ ശരിക്കും ഒരു ഷോ തന്നെ നടക്കും. അതായത് ഒരു 12 അപ്പോസ്തലന്മാർ മരം കൊണ്ടുണ്ടാക്കിയ ഇങ്ങനെ വന്നു പോകും. പിന്നെ ഒരു അസ്ഥികൂടം വന്ന് മണിയടിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിൽ സമയം മാത്രമല്ല കാണിക്കുന്നത്, ഇത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ ഗതിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതരം ക്ലോക്കാണ് അസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഇത് നിർമ്മിച്ച ഒരു പഴയൊരു ഘടികാര നിർമ്മാണ വിദഗ്ധനാണ് ഇത് ഉണ്ടാക്കിയത്. പുള്ളിയുടെ കണ്ണുകള് പുള്ളിയെ പിന്നെ അന്ധനാക്കി കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അടുത്തിപ്പോ സമയമായിട്ടുണ്ട്. 2 മണിക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബെല്ലടിക്കും. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്രയും ആൾക്കാർ കൂടിയിട്ടുണ്ട്. നമുക്കും വെയിറ്റ് ചെയ്യാം.
ഏകദേശം കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒരുപാട് ആൾക്കാർ കാണാൻ വേണ്ടി ക്ലോക്കിന്റെ റൈറ്റ് സൈഡിൽ സ്കെൽറ്റൺ മണി അടിക്കുന്നതാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സിറ്റി സെന്ററിൽ കൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റ് അന്വേഷിച്ച് നടന്ന് കുറേ ദൂരെ പോയി, വഴിയൊക്കെ തെറ്റി അങ്ങോട്ടൊക്കെ പോയി. അങ്ങനെ ഇപ്പോൾ പാർക്കിങ്ങിലോട്ട് പതുക്കെ മാത്തുതേ ലൊക്കേഷനൊക്കെ ഇട്ട് പോവാണ്. മാത്തുവാണ് വഴി കാട്ടി. ഇത് ഓൾഡ് ടൗണിന്റെ ഭാഗമാണ് ഇതെല്ലാം. പ്രാഗ് സിറ്റി അത്യാവശ്യം നല്ല മെയിൻ അട്രാക്ഷൻസ് എല്ലാം അടുത്താണ്, പക്ഷെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള സിറ്റി. പിന്നെ മൊത്തത്തിലൊരു നല്ലൊരു അതൊക്കെ ഉണ്ട്, നല്ലൊരു ആർക്കിടെക്ചറും ഒരു കുറെ നല്ല കളേഴ്സും. ഇന്ന് അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു ആ ബ്രിഡ്ജിന്റെ ഒക്കെ മേളില്, പക്ഷെ കൊള്ളാം, നല്ല സിറ്റി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നാവിഗേറ്റർ മുന്നിലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നാവിഗേറ്റർ വഴുതിട്ട് പോകാൻ നോക്കിക്കോണേ, തിരിഞ്ഞോലും നോക്കാതെ സ്പീഡിന് പോവാണ്. മാത്രം ഇടയ്ക്കൊന്നും തിരിഞ്ഞു നോക്ക്. നമ്മൾ നടന്ന് ഏകദേശം റിവറിന്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. റിവറിന്റെ ഓപ്പോസിറ്റുള്ള ക്യാസിലൊക്കെ കാണാം നമുക്ക് ഇപ്പം നോക്കുമ്പോൾ. പാർക്കിങ്ങിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. റിവറിന്റെ അടുത്താണ് നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. എത്തിയിട്ടുണ്ട്. മാത്തു ഫോണിലോട്ട് നോക്കി വഴി നോക്കി പോവാണ്, നേരെ നോക്കുന്നില്ല, എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും. ക്യാൻഡി ഷോപ്പ് തപ്പിയത് പിന്നെയും ചാൾസ് ബ്രിഡ്ജിന്റെ മുന്നിലെത്തി. ഇനി ഇവിടുന്ന് ഇപ്പോഴും തിരക്ക് തന്നെയാണ്. ഇനി ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്താണ് ഞങ്ങൾ നേരത്തെ ഓൾഡ് ടൗണിലോട്ട് പോയത്. അപ്പൊ ഇനി അതുപോലെ ഒന്നുകൂടെ ക്രോസ് ചെയ്ത് പോകുന്ന വഴിക്കാണ് ക്യാൻഡി ഷോപ്പ്. ഇത് ഇത്തിരി തിരക്ക് പിടിച്ചൊരു സിഗ്നലാണ്. ഇവിടെ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒരു തിരക്കി നിൽക്കും ക്രോസ് ചെയ്യാൻ. ക്യാൻഡി കിട്ടിയില്ല ഇതുവരെ, പിന്നെയും അതേ വഴികളിൽ കൂടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ട അതേ കടകൾ, കഞ്ചാവ് ചെടി എല്ലാം. ഒരു ക്യാൻഡി ഷോപ്പിലോട്ട് കയറിയതാ. ഫുള്ള് ക്യാൻഡിയാണ്. നമുക്ക് ആവശ്യത്തിന് ഇത് എടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് 100 ഗ്രാമിന് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്, അത് അങ്ങനെ ചെയ്യാം.
ഒരു മൈൻ എങ്ങനെയാണോ അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോ പ്രാഗിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ഓവർലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം 7:30 കഴിഞ്ഞു. ഇപ്പോ 14 മിനിറ്റ് നമ്മള് വീട്ടിലെത്തും. അത് കഴിഞ്ഞ് നാളെ രാവിലെ തിരിച്ച് ജർമ്മനിയിലോട്ട് തിരിക്കും. കുറെ കാര്യങ്ങൾ സെറ്റ് ആക്കാനുണ്ട്. ഇപ്പൊ രാവിലെ ഒരു 7:30 ഇറങ്ങും. അല്ല 7:30 നമ്മള് ഞങ്ങളിപ്പോൾ പ്രാഗിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഒരു 10:30 ഇനിയിപ്പോൾ ഞങ്ങൾ ലൈറ്റായിട്ട് ഡിന്നറൊക്കെ കഴിച്ചു. ഫ്രൂട്ട്സും വലിയ വിശപ്പില്ലായിരുന്നു. ലേറ്റായിട്ടാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ പിന്നെ വലിയ വിശപ്പൊന്നുമില്ലായിരുന്നുണ്ട്. പിള്ളേർ ബ്രെഡും യോഗട്ടും ഒക്കെ കഴിച്ചു. ഞങ്ങൾ ഫ്രൂട്ട്സും ഒക്കെ കഴിച്ചു. എല്ലാവരും മൊത്തത്തിലൊന്ന് ടയേർഡാണ്. ക്ഷീണം ഒത്തിരി നാളെ നിന്നു. അപ്പോൾ ശ്രീ കുളിക്കാൻ കയറിയിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ പകുതി കിടക്കണം. ഏകദേശമൊക്കെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കാനുണ്ട്. നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും. അപ്പോൾ രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി പറക്കിയൊക്കെ സെറ്റാക്കിയൊക്കെ വെച്ചു. മൊത്തത്തിൽ ഇപ്പം നല്ല ക്ഷീണമായി. നാളെ തിരിച്ച് ജർമ്മനിയിലോട്ടുള്ള യാത്ര. നാളെ ഇനി നമ്മൾ തിരിച്ച് ഡിസൽഡോഫിലോട്ട് രാവിലെ ഇവിടെ നിന്ന് തിരിക്കും. അല്ലേ മാത്തുവാണ് ക്യാമറമാൻ.